യേശുവിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, ഇന്ന് നാം ധ്യാനിക്കുന്നത് കടൽ നീന്തി കടന്നവർ പുഴ കണ്ട് ഭയപ്പെടരുത് എന്നൊരു വിഷയത്തെക്കുറിച്ചാണ്. പ്രഭാഷകന്റെ പുസ്തകം 2-ാമത്തെ അധ്യായം 10-ാമത്തെ തിരുവചനം, നിങ്ങൾ നിങ്ങളുടെ കഴിഞ്ഞ തലമുറയെക്കുറിച്ച് ചിന്തിക്കുവിൻ. ദൈവത്തെ ആശ്രയിച്ചിട്ട് ആരാണ് ഭഗ്നാശനായിട്ടുള്ളത്? അവനിൽ ശരണം വെച്ചിട്ട് ആരെയാണ് അവൻ കൈവിട്ടിട്ടുള്ളത്? ദൈവത്തിൻ്റെ നാമം വിളിച്ചിട്ട് ആരുടെ പ്രാർത്ഥന ആണ് ദൈവം കേൾക്കാതിരുന്നിട്ടുള്ളത്? നിങ്ങൾ നിങ്ങളുടെ കഴിഞ്ഞ തലമുറയെക്കുറിച്ച് ഓർക്കുവിൻ. സഹോദരങ്ങളെ, വലിയ പ്രതിസന്ധികളെ പ്രാർത്ഥനയിൽ എളുപ്പം തരണം ചെയ്യുന്ന ചിലർ ചെറിയ പ്രതിസന്ധികളിൽ ഏറെ തകർന്നു പോകാറുണ്ട്. വലിയ പ്രലോഭനങ്ങളെ പ്രാർത്ഥനയിൽ എളുപ്പം മറികടക്കുന്ന ചിലർ ചെറിയ പ്രലോഭനങ്ങളിൽ തട്ടി വിശ്വാസ ജീവിതത്തിൽ നശിച്ചു പോകാറുണ്ട്. ഏതാനും നാളുകൾക്ക് മുമ്പ് അമേരിക്കയിലെ വളരെ പ്രസിദ്ധമായ കെൻഡക്കിയിലുള്ള ഗെറ്റ്സമേൻ എന്ന് പറയുന്നുള്ള ഒരു ആശ്രമത്തിലേക്ക് ഞങ്ങൾ പോയി. ഫാദർ ജോയോടൊപ്പം ഞാൻ അവിടെ ചെല്ലുമ്പോൾ ഒരുപാട് വെള്ളക്കാരായ മനുഷ്യർ അവിടെ ആ ആശ്രമത്തിൽ വന്നിട്ടുണ്ട്. അവർ പ്രധാനമായും അവിടെ വരാനുള്ള കാരണം, വെളുപ്പിന് 3:15 മുതൽ വൈകുന്നേരം 9 മണി വരെയുള്ള സമയത്തിൽ വ്യത്യസ്തമായ മണിക്കൂറുകളിലായി, യാമങ്ങളിലായി പ്രാർത്ഥന നടത്തുന്ന ഒരുപാട് ക്രിസ്തീയ സന്യാസികളെ അവിടെ കാണാൻ കഴിയും. അവർ വെളുപ്പിന് 3:15 എഴുന്നേറ്റ് പ്രാർത്ഥന തുടങ്ങും. അവരുടെ ആ ചാൻറ്റിങ്ങിൻ്റെ, ആ വർഷിപ്പിൻ്റെ ശബ്ദം കേൾക്കാൻ, അവരുടെ പ്രാർത്ഥന കേൾക്കാൻ, അവരുടെ ആ പുസ്തകം പിടിക്കുന്നത് കാണുവാൻ, അവർ കരങ്ങൾ ഉയർത്തുന്നത് കാണുവാൻ ഒരുപാട് പേര് ലോകത്തിൻ്റെ വ്യത്യസ്തമായ ഭാഗങ്ങളിലായി ഈ പഴയ ആശ്രമത്തിലേക്ക് വരും. ഞങ്ങളവിടെ ചെന്നു. ഇതാ വെളുപ്പിന് 9:30 മണിക്കുള്ള പ്രാർത്ഥനയിലാണ് ഞങ്ങൾ പങ്കുപറ്റുന്നത്. വിശ്വാസത്തോടു കൂടി 100 കണക്കിന് സന്യാസികൾ ദൈവത്തിൻ്റെ നാമം വിളിച്ച് പ്രാർത്ഥിക്കുകയാണ്. അവർക്ക് പുറം ലോകവുമായി ബന്ധമില്ല. അവർ അവിടെ തന്നെ ജോലി ചെയ്ത് കിട്ടുന്ന പൈസ കൊണ്ടാണ് ജീവിക്കുന്നത്. സഹോദരങ്ങൾ, ഇതിനിടയിൽ ഒരു സന്യാസി, ഒരു പുരോഹിത സന്യാസി ഞങ്ങളെ ഒരു കുഴിമാടത്തിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോയി. ആ കുഴിമാടം വളരെയധികം പോപ്പുലറായ ഒരു വ്യക്തിയുടെ കുഴിമാടമാണ്. തോമസ് മേർട്ടൺ എന്നുള്ള വലിയ ഒരു ക്രിസ്തീയ മിസ്റ്റിക്കിൻ്റെ, ഒരു ക്രിസ്തീയ വിശുദ്ധാത്മാവ് മരിച്ചു കിടക്കുന്ന, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ബോഡി സൂക്ഷിച്ചിരിക്കുന്ന ഇടത്തിലേക്കാണ് ഞങ്ങൾ പോയത്. അവിടെ ചെന്നപ്പോഴാണ് നാളുകൾക്ക് മുമ്പ് തോമസ് മേർട്ടനെ കുറിച്ച് വായിച്ചിരിക്കുന്ന കാര്യങ്ങൾ എൻ്റെ മനസ്സിലേക്ക് വന്നത്. തോമസ് മേർട്ടൺ ഗെറ്റ്സമേൻ ആശ്രമത്തിൽ, ഈ കെൻഡക്കിയിലുള്ള ഗെറ്റ്സമേൻ ആശ്രമത്തിൽ വർഷങ്ങളോളം ജീവിച്ച ഒരു സന്യാസിയാണ്. നാളുകൾക്ക് മുമ്പ് വളരെ മോശപ്പെട്ട ഒരു ജീവിതത്തിൻ്റെ ഉടമയായിരുന്നു തോമസ് മേർട്ടൺ. ഒരുപാട് അന്വേഷണം അദ്ദേഹം നടത്തി, കർത്താവിന് വേണ്ടിയുള്ള ഒട്ടേറെ അന്വേഷണം. അങ്ങനെ അന്വേഷിച്ച് യേശുവാണ് രക്ഷകനെന്നും നാഥനെന്നും ജീവിതത്തിൻ്റെ ഭരണകർത്താവെന്നും തിരിച്ചറിഞ്ഞപ്പോൾ തൻ്റെ ജീവിതം മുഴുവൻ ഒരു ആശ്രമ ജീവിതത്തിന് വേണ്ടി കൊടുത്ത ആളാണ് തോമസ് മേർട്ടൺ. എന്തിനു പറയണം, ഗെറ്റ്സമേൻ ആശ്രമത്തിലെ 100 കണക്കിന് സന്യാസിമാർ ഇദ്ദേഹത്തിൻ്റെ വിശ്വാസ ജീവിതത്താൽ ഒരുപാട് ഇൻസ്പയർഡ് ആയിരുന്നു. ഒരുപാട് പേര് അദ്ദേഹത്തെ ശ്രദ്ധിച്ചിരുന്നു. മാത്രവുമല്ല, ഒട്ടേറെ ചിന്തിക്കുന്ന വ്യക്തിയായതുകൊണ്ടും പ്രാർത്ഥിക്കുന്ന വ്യക്തിയായതുകൊണ്ടും മേർട്ടൺ ഒരുപാട് പുസ്തകങ്ങൾ എഴുതി. വെളുപ്പിന് 3:15 പ്രാർത്ഥന കഴിഞ്ഞാൽ പിന്നീട് അദ്ദേഹം ഇരുന്ന് പുസ്തകം എഴുത്താണ്. എഴുതി അദ്ദേഹത്തിൻ്റെ പുസ്തകം ഇംഗ്ലീഷ് ഭാഷയിൽ അറിയപ്പെടുന്ന ക്ലാസിക്കുകളായിട്ട് മാറി. അദ്ദേഹം എഴുതുന്ന പുസ്തകങ്ങൾ ന്യൂയോർക്ക് ബെസ്റ്റ്സെല്ലറാണ്, ചില പുസ്തകങ്ങൾ വേൾഡ് ബെസ്റ്റ്സെല്ലേഴ്സാണ്. അപ്പോൾ പുസ്തകം വിറ്റ് കിട്ടുന്ന പൈസ കൊണ്ടാണ് വലിയൊരു പരിധിവരെ ആശ്രമത്തിലെ ആളുകൾ ജീവിച്ചു പോകുന്നത്. സഹോദരങ്ങളെ, ഇതിനിടയിൽ ഒരു ദിവസം തോമസ് മേർട്ടന് ഒരു നടുവേദന വന്നു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂട്ടത്തിലുള്ള ബ്രദേഴ്സ് അദ്ദേഹത്തെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. 2 ആഴ്ചക്കാലം അദ്ദേഹം ഹോസ്പിറ്റലിൽ കിടന്നു. ഹോസ്പിറ്റലിൽ കിടക്കുന്ന സമയത്ത് 19-20 വയസ്സ് പ്രായമുള്ള ഒരു ലേഡി നേഴ്സ് വന്ന് അദ്ദേഹത്തെ ട്രീറ്റ്മെൻറ്റിന് സഹായിക്കാനായിട്ട് തുടങ്ങി. അദ്ദേഹത്തെ തിരിച്ചും മറിച്ചും കിടക്കാനായിട്ട് സഹായിക്കും.
പല സമയങ്ങളിലും വന്ന് കുശലാന്വേഷണം നടത്തും. അങ്ങനെ ഇദ്ദേഹവുമായി നല്ല ഒരു ആത്മീയ ബന്ധം അവരുമായിട്ടുണ്ടായി. സഹോദരങ്ങളെ, ഇത് കഴിഞ്ഞ് തോമസ് മേർട്ടൺ സ്വന്തം ആശ്രമമായ ഗെത്സമൻ ആശ്രമത്തിൽ മടങ്ങിച്ചെന്ന് കഴിഞ്ഞപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ജീവചര്യയിൽ മൊത്തം ഒരു മാറ്റം. അപ്പോൾ നമ്മൾ ഓർക്കണം, അദ്ദേഹം പാപകരമായതൊന്നും ചെയ്തിട്ടില്ല. ഈ പെൺകുട്ടിയുമായിട്ട് ബന്ധപ്പെട്ട മോശപ്പെട്ട ഒന്നും ചിന്തിച്ചിട്ടില്ല. വലിയ കാര്യങ്ങളാണ് സംസാരിച്ചിരിക്കുന്നത്. കാരണം തോമസ് മേർട്ടൻ്റെ പുസ്തകങ്ങൾ വായിച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ ഇവൾ അതുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് ചോദിച്ചത്. എല്ലാം നല്ല കാര്യങ്ങളാണ് സംസാരിക്കുന്നത്. എന്നിരുന്നാൽ കൂടിയും തോമസ് മേർട്ടൻ്റെ ടൈം ടേബിളിൽ മൊത്തം ഒരു മാറ്റം. തോമസ് മേർട്ടൻ ഇങ്ങനെ തോന്നി, ഇവളെ ഒന്ന് ഫോൺ വിളിക്കണം. അങ്ങനെ ആശ്രമത്തിലെ സുപ്പീരിയർ അറിയാതെ തോമസ് മേർട്ടൻ ഫോൺ വിളിക്കും. ഫോൺ വിളിക്കുമ്പോഴും സംസാരിക്കുന്നത് നല്ല വിശേഷങ്ങൾ തന്നെയാണ്. എങ്ങനെയുണ്ടെന്ന് ചോദിക്കും, എൻ്റെ പുതിയ പുസ്തകങ്ങൾ വായിച്ചോ എന്ന് ചോദിക്കും, പുതിയ ആത്മീയമായ കാര്യങ്ങൾ പറയും. മാത്രവുമല്ല, കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ തോമസ് മേർട്ടന് തോന്നി, നല്ല ഭക്ഷണം, ആശ്രമത്തിലെ നല്ല ഭക്ഷണം ഉണ്ടാക്കുന്നുണ്ട്, നല്ല ചോക്ലേറ്റ് അവിടെ ഉണ്ടാക്കുന്നുണ്ട്. കാരണം ഇഷ്ടംപോലെ പാലുൽപാദിപ്പിക്കുന്ന പശുക്കൾ അവിടെ ഉള്ളതുകൊണ്ട്. അപ്പോൾ അതിൽ നിന്നൊക്കെ ഇഷ്ടംപോലെ ചോക്ലേറ്റ് ഉണ്ടാക്കും, നല്ല വെണ്ണ ഉണ്ടാക്കും. ഇതൊക്കെ പതുക്കെ ആശ്രമത്തിൽ നിന്ന് കൊണ്ടുപോയി ഇവൾക്ക് കൊടുക്കാം എന്ന് തോന്നി. ഇങ്ങനെ പതുക്കെ ഇത്തരം സാധനങ്ങൾ കൊണ്ടുപോയി പണിക്കാരിലൂടെ അവിടെ എത്തിക്കുന്ന പരിപാടി പോലും തുടങ്ങി. ദിവസങ്ങൾ കഴിഞ്ഞു. സഹോദരങ്ങളെ, ദിവസങ്ങളും ആഴ്ചകളും കഴിഞ്ഞപ്പോഴത്തേനും തോമസ് മേർട്ടൻ്റെ ദിനചര്യ മൊത്തം തെറ്റിപ്പോയി. 3:15 തോമസ് മേർട്ടൻ എഴുന്നേക്കാൻ പറ്റുന്നില്ല. കാരണം മറ്റൊന്നുമല്ല, വളരെയധികം നേരത്തെ കിടന്ന് വെളുപ്പിന് എഴുന്നേറ്റ് പ്രാർത്ഥനയും എഴുത്തും തുടങ്ങിയിരിക്കുന്ന മേർട്ടൻ വൈകിയാണ് കിടന്നുകൊണ്ടിരുന്നത്. കാരണം എല്ലാവരും ഉറങ്ങിയിട്ട് വേണം ഈ പെൺകുട്ടിക്ക് ഫോൺ വിളിക്കാൻ, ഈ നേഴ്സിന് ഫോൺ വിളിക്കാൻ, എങ്ങനെയുണ്ടെന്ന് സംസാരിക്കാൻ, എന്തുണ്ട് വിശേഷമെന്ന് ചോദിക്കാൻ. സഹോദരങ്ങളെ, മൊത്തം ദിനചര്യകൾ വ്യത്യാസമായി. ഇത് ആശ്രമത്തിലെ സുപ്പീരിയേഴ്സ് ശ്രദ്ധിച്ചു. അവർ ശ്രദ്ധിക്കാനുള്ള കാരണം, ഏറ്റവും വിശുദ്ധനായിട്ടുള്ള ആളായിട്ടാണ് ഇദ്ദേഹത്തെ കാണുന്നത്. ഇദ്ദേഹത്തിൽ നിന്നാണ് പലരും പഠിക്കുന്നത്. ഇദ്ദേഹത്തിൻ്റെ പുസ്തകമാണ് ധ്യാനത്തിന് വേണ്ടിയിട്ട് വായിക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇദ്ദേഹത്തിൻ്റെ ദിനചര്യകളുടെ വ്യത്യാസം? അവർ കരുതി എന്തെങ്കിലും അസുഖമായിരിക്കും, എന്തെങ്കിലും പ്രശ്നങ്ങളായിരിക്കും, പോയിക്കൊള്ളട്ടെ, സാരമില്ല എന്ന് കരുതി. പക്ഷേ തോമസ് മേർട്ടൻ്റെ മനസ്സ് മുഴുവൻ വിഷമിക്കാൻ തുടങ്ങി. അവൻ ചിന്തിച്ചു, ദൈവമേ, ഞാൻ അങ്ങേക്ക് വേണ്ടിയിട്ട് ജീവിതം സമർപ്പിച്ച ആളാണ്. ഒട്ടേറെ അന്വേഷണങ്ങൾ നടത്തി ഈശോയെ നീയാണ് രക്ഷകനും കർത്താവും എന്ന് തിരിച്ചറിഞ്ഞ ആളാണ്. പക്ഷേ ഇപ്പോൾ എൻ്റെ ദിനചര്യ മുഴുവൻ തെറ്റിപ്പോയി. അവളുമായിട്ട് യാതൊരു പാപകരമായി ഒന്നും സംഭവിച്ചില്ലെങ്കിലും എന്തെന്നില്ലാത്തൊരു വിഷമം എൻ്റെ ഉള്ളിൽ വരുന്നത് എന്തുകൊണ്ടാണ്? സഹോദരങ്ങൾ, ഇതിനിടയിലാണ് ആ പെൺകുട്ടിക്ക് വിവാഹം കഴിക്കാനുള്ള സമയമായി എന്നറിയുന്നതും വിവാഹത്തിൻ്റെ ഇൻവിറ്റേഷൻ മേർട്ടൻ്റെ കയ്യിൽ കിട്ടുന്നതും. ഇത് കയ്യിൽ കിട്ടിയ ഉടനെ തന്നെ മേർട്ടൻ ആകെ വിഷമിക്കാൻ തുടങ്ങി. സത്യത്തിൽ എന്തിനാണ് അവൻ വിഷമിക്കുന്നത്? അവരല്ലേ വിവാഹം കഴിക്കുന്നത്? എങ്കിലും തോമസ് മേർട്ടന് വലിയ വിഷമം. അവിടെ ചെന്നു, വിവാഹം ആശീർവദിക്കുന്ന സമയത്ത് മേർട്ടനാണ് പ്രസംഗം പറഞ്ഞത്. പക്ഷേ ഇവരുടെ മുഖത്തേക്ക് നോക്കാൻ അദ്ദേഹത്തിന് പറ്റണില്ല. കാരണം താൻ ഒരുപാട് പൊസസീവായി സ്നേഹിച്ചിരുന്നു എന്ന് പറഞ്ഞാൽ, ഈശോയെക്കുറിച്ച് പറയുമ്പോൾ പോലും ഉള്ളിൻ്റെ ഉള്ളിൽ അവളോട് ഒരു പ്രത്യേകമായൊരു സ്നേഹവും ഒരു മമതയും ഇദ്ദേഹത്തിൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. സഹോദരങ്ങളെ, അന്ന് തിരിച്ചു മടങ്ങി മുറിയിൽ വന്നു. രാത്രി മുഴുവൻ ലൈറ്റിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അദ്ദേഹത്തിന് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല, എഴുതാൻ പറ്റുന്നില്ല, പ്രോപ്പറായിട്ട് ധ്യാനിക്കാൻ പറ്റുന്നില്ല. ഇങ്ങനെ ഇരിക്കെ അപ്പുറത്ത് ആശ്രമത്തിലുള്ള വേറൊരു മുറിയിലേക്ക് അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ പരതി. അദ്ദേഹം അവിടെ നോക്കിയപ്പോൾ അവിടെ ഒരു ലൈറ്റ് കിടക്കുന്നുണ്ട്. ഒരു ജൂനിയർ ബ്രദറിൻ്റെ മുറിയാണത്. അദ്ദേഹം ഒരു സന്യാസിയാകാൻ, ഒരു പുരോഹിതനാകാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന പ്രക്രിയയിലാണ്. അവിടെ ചെന്ന് വാതിക്ക മുട്ടിക്കഴിഞ്ഞപ്പോൾ ബ്രദർ വാതിൽ തുറന്നുകൊണ്ട് ചോദിച്ചു, എന്താണ് ഈ രാത്രിയിൽ അങ്ങ് എൻ്റെ മുറിയിലേക്ക് വരുന്നത്? കാരണം മേർട്ടൻ വിശുദ്ധനാണ്, മേർട്ടൻ അറിയപ്പെടുന്ന ആളാണ്. ഈ പാവപ്പെട്ട ബ്രദറുടെ മുറിയിൽ വരുന്നത് എന്തുകൊണ്ടാണ്? അദ്ദേഹം പറഞ്ഞു, എനിക്ക് ഒരു കാര്യം പറയാനുണ്ട്, എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല, എനിക്ക് ആകെ വിഷമമാണ്, എന്താണെന്ന് അറിയില്ല. അന്ന് നടുവേദന വന്ന് ഹോസ്പിറ്റലിൽ കിടന്ന് മടങ്ങി വന്നത് മുതൽ എൻ്റെ മൊത്തം ടൈം ടേബിൾ തെറ്റി. ഞാൻ ഒരു പ്രത്യേക വിധത്തിലാണ് പോകുന്നത്. സഹോദരങ്ങളെ, അവൻ പറഞ്ഞു, ഞാനിപ്പോൾ അങ്ങയുടെ പുസ്തകം വായിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ അങ്ങ് എഴുതിയ ആരാധനയെക്കുറിച്ചുള്ള പുസ്തകം വായിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ പുസ്തകം വായിച്ച് ഞാൻ ഒരുപാട് ഇൻസ്പിറേഷൻസ് സ്വീകരിക്കുന്ന സമയത്ത് ഈ പുസ്തകം എഴുതിയ അങ്ങ് ഇങ്ങനെയായിപ്പോയാൽ എന്ത് ചെയ്യും? സഹോദരങ്ങളെ, അവിടെ മുട്ടുകുത്തി ആ പാവപ്പെട്ട ബ്രദറിൽ നിന്ന് പ്രാർത്ഥന സ്വീകരിച്ചിട്ടാണ് മേർട്ടൻ മടങ്ങി വരുന്നത്. സഹോദരങ്ങളെ, നമ്മൾ ഓർക്കണം, ഒരു വ്യക്തി
ആത്മീയമായി എത്ര കണ്ട് ഉയരുമ്പോഴും അവന് വീഴാനുള്ള സാധ്യതയുണ്ട്. ഈ ഈ വിശുദ്ധാത്മാവായ അറിയപ്പെടുന്ന എഴുത്തുകാരനായ മേട്ടനെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഈ ബ്രദർ പറഞ്ഞു, ഫാദറെ, അവിടുന്ന് ഓർക്കണം കഴിഞ്ഞ കാലത്തെക്കുറിച്ച്. കഴിഞ്ഞ കാലയളവിൽ ദൈവം അങ്ങയിലൂടെ എന്തെല്ലാം കാര്യങ്ങൾ, വിസ്മയകരമായ കാര്യങ്ങൾ ചെയ്തു എന്ന് അങ്ങ് ഓർക്കണം. എന്തുകൊണ്ടാണ് ഇപ്പോൾ അങ്ങനെ ആയത്? സഹോദരങ്ങളെ, മടങ്ങി വന്ന് അദ്ദേഹം നിലവിളിക്കുകയാണ്. ആ നിലവിളി ഏതൊരു ആത്മീയനോട് സംസാരിക്കുന്നത് മറ്റൊന്നുമല്ല, എത്ര കണ്ട് ഉയർന്ന ആത്മീയനും വീഴാനുള്ള ഒരു സാധ്യത ഉണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, വലിയ പ്രലോഭനങ്ങളെ പ്രാർത്ഥനയിൽ എളുപ്പം മറികടക്കുന്ന ചിലർ ചെറിയ പ്രലോഭനങ്ങളിൽ തകർന്ന് തരിപ്പണമാകുന്നു. പഴയ നിയമത്തിലെ ശ്രദ്ധേയനായ ദാവീദിനെ നമ്മൾ ധ്യാനിക്കുന്നത് വളരെ നല്ലതാണ്. ദാവീദ് വളരെ ഉന്നതനായ സ്വീകാര്യനായ നേതാവാണ്. ദാവീദിനെ കുറിച്ച് ജനങ്ങൾ ഇങ്ങനെയാണ് പാടിയത്: ഇതാ സാവൂൾ 1000 കൊന്നു, ദാവീദ് 10,000 കൊന്നു. ഒരു ഇടയ ബാലനായ ദാവീദിനെ പിടിച്ച് ദൈവം ഇസ്രയേലിൻ്റെ മുഴുവൻ ആധിപത്യം കൊടുത്തു. അവന് സകലതും കൊടുത്തു. അവനെ ഏറ്റവും ഉന്നത സ്ഥാനീയനാക്കി. പക്ഷേ ബത്ശേബ എന്ന് പറയുന്നുള്ള ഒരു പെൺകുട്ടിയുമായി ബന്ധപ്പെട്ട് അവൻ തകർന്ന തരിപ്പണമായി. 2 സാമുവേലിൻ്റെ പുസ്തകം 11-ാമത്തെ അധ്യായത്തിലും 12-ാമത്തെ അധ്യായത്തിലും ദാവീദിൻ്റെ പരാജയത്തെക്കുറിച്ച് പറയുന്നുണ്ട്. സഹോദരങ്ങളെ, നാഥാൻ പ്രവാചകൻ വഴിയായി ദാവീദിന് സുബോധമുണ്ടായി, അവന് തിരിച്ചറിവുണ്ടായി, തനിക്ക് തെറ്റുപറ്റി എന്ന് മനസ്സിലായി. ഈ സമയത്ത് ദൈവം ഏറെ മനസ്സലിവ് തോന്നി. അവൻ്റെ കാതുകളിൽ നാഥാൻ പ്രവാചകനിലൂടെ മന്ത്രിക്കുന്ന വാക്കുകൾ വളരെ ശ്രദ്ധേയമാണ്. ഞാൻ നിന്നെ ഇസ്രയേലിൻ്റെ നേതാവായി അഭിഷേകം ചെയ്തതല്ലേ? ഞാൻ നിന്നെ സാവൂളിൽ നിന്ന് രക്ഷിച്ചതല്ലേ? നിന്റെ യജമാനൻ്റെ ഭവനം നിനക്ക് ഞാൻ തന്നതല്ലേ? യജമാനൻ്റെ സ്വത്ത് മുഴുവൻ ഞാൻ നിനക്ക് തന്നതല്ലേ? ഇസ്രയേലിൻ്റെയും യൂദായുടെയും രാജാവാക്കി നിന്നെ ഞാൻ നിയോഗിച്ചില്ലേ? ഇതുകൊണ്ടും നീ തൃപ്തനായില്ലെങ്കിൽ നിനക്ക് ഇനിയും ഞാൻ തന്നേനെ. ഇനിയും നിനക്ക് ഒട്ടേറെ കാര്യങ്ങൾ ഞാൻ ചെയ്തു തന്നേനെ. എന്തുകൊണ്ടാണ് നിനക്ക് തെറ്റുപറ്റിയത്? സഹോദരങ്ങളെ, ദാവീദ് അവൻ ഉന്നത സ്ഥാനീയനാണെങ്കിലും അവന് പറ്റിയ തെറ്റിനെക്കുറിച്ച് അവൻ പരിതപിക്കാൻ തുടങ്ങി, അവൻ ദുഃഖിക്കാൻ തുടങ്ങി. അവൻ്റെ കണ്ണുനീര് ദൈവം മാനിച്ചു. അവൻ കഴിഞ്ഞ കാലത്തെക്കുറിച്ച് ഓർത്തു. ഓ, എൻ്റെ ദൈവം ഇടയ ബാലനായ എന്നെ പിടിച്ച് ഇസ്രയേലിൻ്റെ ആധിപത്യം ഏൽപ്പിച്ചതാണ്. ഈ രാജ്യത്തിൻ്റെ രാജാവാക്കി എന്നെ നിയോഗിച്ചതാണ്. വിവിധങ്ങളായ ഫിലിസ്ത്യരെയും അമലോക്യരെയും എല്ലാം നശിപ്പിക്കാൻ വേണ്ടി എന്നെ മുമ്പിൽ കൊണ്ടുപോയി നയിച്ച ദൈവം എൻ്റെ കൂട്ടത്തിൽ ഉണ്ട് എന്നുള്ള കാര്യം ഞാൻ മറന്നു കളഞ്ഞു. സഹോദരങ്ങളെ, അവൻ്റെ കരച്ചിൽ അവൻ അനുഗ്രഹമായി മാറി. ഓർക്കണം, കഴിഞ്ഞ കാലങ്ങളിൽ ദൈവം നിന്നെ വഴി നടത്തിയതിനെക്കുറിച്ച് നീ ഓർക്കണം. പലരും അവരുടെ ജീവിതത്തിൽ കടൽ എളുപ്പം നീന്തിക്കടക്കുന്നു, പക്ഷേ പുഴയിൽ മുങ്ങിച്ചാവുന്നു. നമ്മളൊന്ന് ചിന്തിച്ചു നോക്കുക. വലിയ ഒരു നാവിക സേനയിൽപ്പെട്ട ഒരു മനുഷ്യൻ, അവൻ കടലിൽ ഒരുപാട് ഗോഷ്ഠികൾ കാണിച്ചിട്ടുണ്ടെന്ന് കരുതുക. കടലിൽ ഒരു പ്രാവശ്യം കപ്പൽ മുങ്ങിക്കഴിഞ്ഞപ്പോൾ അവൻ എളുപ്പം നീന്തി കരയ്ക്ക് വന്നെന്ന് കരുതുക. പക്ഷെ പിറ്റേ ദിവസം അല്ലെങ്കിൽ നാളുകൾ കഴിഞ്ഞപ്പോൾ പത്രത്തിൽ നമ്മൾ വായിക്കുകയാണ്, നമ്മുടെ നാവികസേനയിൽപ്പെട്ട ആൾ പുഴയിൽ മുങ്ങിച്ചത്തു, അല്ലെങ്കിൽ തോട്ടിൽ മുങ്ങിച്ചത്തു. എന്തൊരു സ്ഥിതിയാണത്? സഹോദരങ്ങളെ, ഓർക്കണം, കടൽ നീന്തിക്കടന്ന പലരും പുഴയിൽ മുങ്ങിച്ചാവാറുണ്ട്. ആത്മീയ ജീവിതത്തിൽ മുന്നേറുന്ന ഒരു വ്യക്തിയാണ് നീ എങ്കിൽ നീ ചിന്തിക്കണം, ഞാൻ ഒരുപാട് കാര്യങ്ങൾ, പ്രത്യേകിച്ചും എൻ്റെ പ്രലോഭനങ്ങൾ, എൻ്റെ പ്രതിസന്ധികൾ ഒട്ടേറെ കർത്താവിൽ ആശ്രയിച്ച്, പ്രാർത്ഥനയിൽ ആശ്രയിച്ച് മറികടന്ന വ്യക്തിയാണ് ഞാൻ. പക്ഷേ ചെറിയ പ്രലോഭനങ്ങളിൽ ഞാൻ വീണു പോകാറുണ്ടോ, ഞാൻ നശിച്ചു പോകാറുണ്ടോ എന്ന് ആത്മാർത്ഥമായി ചിന്തിക്കുന്നത് നല്ലതാണ്. യേശുവിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, ശക്തർ തട്ടി വീഴുന്നത് വൻ മതിലുകളിലല്ല, മറിച്ച് ചെറിയ കല്ലുകളിലാണ് എന്ന് ഓർക്കണം. ശക്തരായ മനുഷ്യർ, ആത്മീയ ജീവിതത്തിൽ മുന്നേറുന്നവർ നശിച്ച് തരിപ്പണമാകുന്നത് അവർ വലിയ കല്ലുകളിലോ വലിയ മതിലുകളിലോ തട്ടിക്കൊണ്ടല്ല, മറിച്ച് ചെറിയ കല്ലുകളിലും ചെറിയ മതിലുകളിലും തട്ടിക്കൊണ്ടാണ്. അതുകൊണ്ട് പ്രലോഭകൻ ഏതു വിധേനയും വിശ്വാസിയെയും ആത്മീയ ശുശ്രൂഷകനെയും നശിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ നമ്മൾ ഓർക്കുക, ഞാൻ എത്ര കണ്ട് വിവേകത്തോടെ മുന്നോട്ട് പോകണമെന്ന്. അതുകൊണ്ട് ഇതാ, ജീവിതത്തിൻ്റെ കടൽ നീന്തിക്കടന്ന നിങ്ങളാരും
നമ്മൾ ആരും പുഴയിൽ മുങ്ങിച്ചാകുന്നവർ ആകരുത്. കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. ഓ കർത്താവേ, ജീവിതത്തിൻ്റെ ചെങ്കടൽ നീന്തിക്കടന്ന വ്യക്തികളാണ് ഞങ്ങൾ. ഇനി ഞങ്ങൾക്ക് മുമ്പിലുള്ള ജോർദാൻ താഴ്വര മാത്രമാണ്. ആ ജോർദാൻ താഴ്വര വളരെ എളുപ്പം മറികടക്കാനുള്ള കൃപ ഞങ്ങൾക്ക് തരണമേ എന്ന് സ്നേഹത്തോടെ പ്രാർത്ഥിക്കാം. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഉപാസന ഉപാസന. സ്വർഗീയ രാജാവെഴുന്നള്ളുന്നു, സ്വർഗീയ വൃന്ദങ്ങൾ അണിചേരുന്നു. തിരുവോസ്തിയിൽ കൂദാശയിൽ ജീവന്റെ നാഥനെഴുന്നള്ളുന്നു. സ്വർഗീയ രാജാവെഴുന്നള്ളുന്നു, സ്വർഗീയ വൃന്ദങ്ങൾ അണിചേരുന്നു. തിരുവോസ്തിയിൽ കൂദാശയിൽ ജീവന്റെ നാഥനെഴുന്നള്ളുന്നു. ഭക്ത്യാ വണങ്ങിടുവിൻ, സാഷ്ടാംഗം വീണിടുവിൻ. ജീവന്റെ അപ്പമായി ആത്മാവിൻ ഭോജ്യമായി ഈശോ എഴുന്നള്ളുന്നു, ഈശോ എഴുന്നള്ളുന്നു, ഈശോ എഴുന്നള്ളുന്നു. വീണുപോകാൻ സാധ്യതയുണ്ടായിരുന്ന നമ്മുടെ ജീവിതത്തെ എന്നും തൻ്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് നിർത്തിയതാരാണ്? തകർന്ന് നശിപ്പിക്കപ്പെടാമായിരുന്ന നമ്മുടെ ജീവിതത്തെ എന്നും കരങ്ങളിൽ താങ്ങിയതാരാണ്? ഓ ദിവ്യകാരുണ്യ യേശുവേ, അവിടുന്ന് കഴിഞ്ഞ കാലങ്ങളിലെല്ലാം ഞങ്ങളെ കൈകളിൽ എടുക്കുകയും മാറോട് ചേർക്കുകയും ഞങ്ങളുടെ മൂർധാവിൽ ചുംബിക്കുകയും ചെയ്തു എന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. അവിടുന്ന് ഞങ്ങളെ ചേർത്ത് പിടിച്ചില്ലായിരുന്നുവെങ്കിൽ ഞങ്ങൾ തകർക്കപ്പെട്ടു പോയേനെ. അവിടുന്ന് ഞങ്ങളെ പിടിച്ചുയർത്തിയില്ലായിരുന്നുവെങ്കിൽ ഞങ്ങൾ എക്കാലത്തും വീണ് കിടന്നേനെ. അതേ കർത്താവിൻ്റെ കൈകളിൽ നമുക്ക് നമ്മളെ തന്നെ സമർപ്പിക്കാം. വചനം പറയും, നിങ്ങളുടെ കഴിഞ്ഞ കാലങ്ങളെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കുവിൻ. കഴിഞ്ഞ കാലങ്ങളിൽ എത്രയോ വിപരീതമായ സാഹചര്യങ്ങളിൽ നിന്ന് ദൈവം നിങ്ങളെ പിടിച്ചുയർത്തി. എന്നിട്ടും എന്തുകൊണ്ടാണ് ചെറിയ പ്രലോഭനങ്ങളിൽ തട്ടി നിങ്ങൾ വീണു പോകുന്നത്? തീയിൽ കുരുത്ത ജീവിതങ്ങൾ എന്തുകൊണ്ടാണ് വെയിലത്ത് വാടിപ്പോകുന്നത്? അതെ കർത്താവേ, അവിടുന്നാകുന്ന തീയോട് ചേർന്നിരിക്കാത്തത് കൊണ്ടാണ് ഞങ്ങൾ വാടിപ്പോകുന്നത്. ഇസ്രായേൽ ജനം ഏറെ ആനന്ദത്തോടുകൂടി ചെങ്കടൽ പിന്നിട്ടു. എന്നാൽ യോർദാന്റെ താഴ്വര വന്നു കഴിഞ്ഞപ്പോൾ അവർ ഭയപ്പെട്ടു. സ്വർഗത്തിലെ പിതാവ് അവരോട് ചോദിച്ചു, നിങ്ങൾ ഓർക്കുന്നില്ലേ, ചെങ്കടൽ പിന്നിട്ട മനുഷ്യരാണ് നിങ്ങൾ. എന്നിട്ടും എന്തുകൊണ്ടാണ് യോർദാന്റെ താഴ്വര കണ്ട് ഭയപ്പെടുന്നത്? കർത്താവെ, ഞങ്ങൾ അറിയുന്നു, വിപരീതമായ ഒരുപാട് സാഹചര്യങ്ങൾ പിന്നിട്ടവരാണ് ഞങ്ങൾ അങ്ങയുടെ കരം പിടിച്ച് മുന്നോട്ട് പോവുക തന്നെ ചെയ്യും. സ്വർഗദേശം സ്വന്തമാക്കും വരെയും ഏതു പ്രതിബന്ധങ്ങളെയും മറികടക്കാനുള്ള കരം കർത്തൃകരങ്ങളിൽ നിന്ന് നമുക്ക് വാങ്ങിയെടുക്കാം. അതിനുവേണ്ടി നമുക്ക് നമ്മളെ തന്നെ കൊടുക്കാം. പ്രത്യാശയോടെ നമുക്ക് അവനെ നോക്കാം. അതെ, അവനിൽ ജീവനുണ്ട്, അവനിൽ പ്രത്യാശയുണ്ട്, അവനിൽ വിടുതലുണ്ട്, അവനിൽ സൗഖ്യമുണ്ട്, അവനിൽ ആശ്വാസമുണ്ട്. കർത്താവേ, നിന്റെ സാന്നിധ്യം നീ അറിയിക്കണമേ. ചെങ്കടൽ പിന്നിട്ട നാം മുന്നിലെ
ജോർദാൻ കടന്നിടുമേ. ചെങ്കടൽ പിന്നിട്ട നാം മുന്നിലെ ജോർദാൻ കടന്നിടുമേ. കടലിനുമീതേ നടന്നവൻ നമ്മെ മറുകര കാട്ടിത്തരും. കടലിനുമീതേ നടന്നവൻ നമ്മെ മറുകര കാട്ടിത്തരും. ജീവിതത്തിൽ പ്രത്യാശ നഷ്ടപ്പെട്ട ദൈവമക്കൾ പ്രത്യാശയോടുകൂടി ദിവ്യകാരുണ്യ യേശുവിനെ നോക്കട്ടെ. നിങ്ങളുടെ രോഗങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൻ്റെ അവസാനമല്ല. നിങ്ങളുടെ കുടുംബത്തിലെ തകർച്ചകൾ നിങ്ങളുടെ ജീവിതത്തിൻ്റെ അവസാനമല്ല. നിങ്ങളുടെ സാമ്പത്തികമായ കെടുതികൾ നിങ്ങളുടെ ജീവിതത്തിൻ്റെ അവസാനമല്ല. സഭയിലുള്ള വിപരീതമായ സംഭവങ്ങൾ സഭയുടെ അവസാനമല്ല. അതേ പ്രത്യാശയോടെ കർത്താവിനെ നോക്കുന്നവർക്കെല്ലാം രക്ഷയുണ്ട്. മരണത്തിൻ്റെ അങ്ങേ അറ്റത്ത് ഉയർപ്പുണ്ട്. ദുഃഖത്തിൻ്റെ അങ്ങേ അറ്റത്ത് സന്തോഷമുണ്ട്. കെടുതികളുടെ അവസാനം വീണ്ടെടുപ്പുണ്ട്. സങ്കടങ്ങളുടെ അവസാനം ആനന്ദമുണ്ട്. പ്രത്യാശയോടെ കർത്താവെ ഞങ്ങൾ അങ്ങയെ നോക്കുന്നു. പ്രത്യാശ കൈവിടല്ലേ മനമേ, പ്രത്യാശ കൈവിടല്ലേ. പ്രത്യാശ കൈവിടല്ലേ മനമേ, പ്രത്യാശ കൈവിടല്ലേ. തടവറ ഭേദിക്കും ദൈവമുണ്ടല്ലോ, പതറാതെ മുന്നേറുക. തടവറ ഭേദിക്കും ദൈവമുണ്ടല്ലോ, പതറാതെ മുന്നേറുക. ദിവ്യകാരുണ്യ യേശുവേ, വിവിധങ്ങളായ ലോകത്തിൻ്റെ ഭാഗങ്ങളിൽ തകർക്കപ്പെടുന്ന മിഷണറിമാരെ, തകർക്കപ്പെടുന്ന സഭയിലെ പ്രധാനപ്പെട്ട എല്ലാ ഇടങ്ങളെയും അങ്ങയുടെ കരങ്ങളിലേക്ക് ഞങ്ങൾ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ഒരാളുടെയും പ്രത്യാശയെ നീ തല്ലിക്കെടുത്തരുതേ. വിശ്വാസത്തിൽ കുറവ് വരുവാൻ ആരെയും നീ വിട്ടുകൊടുക്കരുതേ. തിന്മയുടെ ശക്തികൾക്ക് പ്രവർത്തിക്കാൻ നീ അവസരം കൊടുക്കരുതേ. ഇതാ കഴിഞ്ഞ കാലങ്ങളിൽ ചെങ്കടൽ പിന്നിട്ട മനുഷ്യരാണ് ഞങ്ങൾ. സഭാസൗധം മുന്നോട്ട് പോവുക തന്നെ ചെയ്യും. സഭാ നൗക ഏറ്റവും വിപരീതമായ സാഹചര്യത്തിലും മുന്നോട്ട് കുതിച്ചു പായുക തന്നെ ചെയ്യും. അതിനുവേണ്ടി സഭാ തനിയരെ ബലപ്പെടുത്തണമേ. സഭയിലെ അനുഗ്രഹീതരായ ശുശ്രൂഷകരെ അനുഗ്രഹിക്കണമേ. അതിനുള്ള ആത്മകരുത്തുകൊണ്ട് ഞങ്ങൾ എല്ലാവരെയും നിറയ്ക്കേണ്ടതിനായി ഏറെ സ്നേഹത്തോടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ സാന്നിധ്യം അറിയിക്കണമേ, അങ്ങയുടെ ശക്തി അറിയിക്കണമേ. നിത്യസ്തുതിക്ക് യോഗ്യനേ, ആരാധന ആരാധന. പരിശുദ്ധമാം ദിവ്യകാരുണ്യമേ, ആരാധന